ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ BJPയിലേക്കെന്ന് സൂചന. BJPയുടെ കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുടെ ഡൽഹിയിലെ വസതിയിലെത്തി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്. രാജേന്ദ്രൻ ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. ദില്ലിയിൽ പ്രകാശ് ജാവ്ദേക്കറുടെ വസതിയിലെത്തിയാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. അതേസമയം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. നേരത്തെ BJPയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ LDF കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. മുതിർന്ന CPM നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിലായിരുന്നു കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുത്തത്. ഇതോടെയാണ് BJPയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾക്ക് താൽക്കാലികമായി വിരാമമായത്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എസ് രാജേന്ദ്രൻ പക്ഷേ പാർട്ടി അംഗത്വം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. ദിവസങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിലെ മുതിർന്ന CPM നേതാവും MLAയുമായ MM മണിയും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസും രാജേന്ദ്രനുമായി വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാർട്ടി പരിപാടിയിൽ എസ് രാജേന്ദ്രൻ പങ്കെടുക്കുന്നത്. പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ചില നിബന്ധനകൾ എസ് രാജേന്ദ്രൻ നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. പ്രാദേശികമായ നേതൃസ്ഥാനമടക്കമാണ് രാജേന്ദ്രൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ നിബന്ധനകളിൽ എന്തെല്ലാം ധാരണ ഉണ്ടായിട്ടുണ്ടെന്നത് വ്യക്തമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തിയതോടെയാണ് എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. പിന്നീട് ഇദ്ദേഹത്തെ തിരിച്ചെടുത്തിരുന്നില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയിലേക്ക് എന്ന സൂചന എസ് രാജേന്ദ്രൻ തന്നെ നൽകുകയായിരുന്നു. ഇതോടെയാണ് ഇദ്ദേഹവുമായി ചർച്ചയ്ക്ക് പാർട്ടി തയ്യാറായത്. BJPയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ടായിരുന്നു ദേവികുളം മുൻ MLA രാജേന്ദ്രൻ രംഗത്തെത്തിയത്. അതേസമയം LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണ രംഗത്ത് സജീവമാകാനും എസ് രാജേന്ദ്രൻ തീരുമാനിച്ചിരുന്നു. അതേസമയം സീനിയർ നേതാവായ തന്നെ അനുനയിപ്പിക്കാൻ ജൂനിയർ നേതാക്കളെ വിട്ടത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അന്ന് രാജേന്ദ്രൻ പ്രതികരിച്ചിരുന്നു. ഇതോടെയാണ് പാർട്ടി വിടുമെന്ന അഭ്യൂഹം ഉയർന്നത്. BJPയുടെ ചെന്നൈയിൽ നിന്നുള്ള ദേശീയ നേതാവും പ്രാദേശിക നേതാക്കളും രാജേന്ദ്രനെ കഴിഞ്ഞ മാസം ഇക്കാനഗറിലെ വീട്ടിൽ വന്ന് കണ്ടിരുന്നു. ഇതിനുശേഷം സംസ്ഥാന നേതാക്കളും രാജേന്ദ്രനെ സമീപിച്ചിരുന്നു. എന്നാൽ BJPയിലേക്ക് പോകുന്നെന്ന ആരോപണം നിഷേധിച്ച് രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയും ചെയ്തു. അതേസമയം LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ ദേവികുളം മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. മണ്ഡലം തല പ്രചരണത്തിന്റെ രക്ഷാധികാരിയായി എസ് രാജേന്ദ്രനെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണിപ്പോൾ അദ്ദേഹം BJPയിലേക്ക് വരുന്നു എന്ന സൂചന നൽകി ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കറുടെ വീട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. രാജേന്ദ്രൻ ഡൽഹിയിൽ തന്നെ തുടരുകയാണ്.